ശ്രീ CR നീലകണ്ഠൻ, ഇന്ന് മുൻ മന്ത്രി PK ശ്രീമതി അവർ രംഗത്ത് വന്ന കാര്യം താങ്കൾ കണ്ടുവല്ലോ. ഫേസ്ബുക്കിലൂടെ പറയുകയാണ് 10 വർഷം മുൻപ് അവർ മന്ത്രിയായിരുന്ന സമയത്ത് നടത്തിയ പേഴ്സണൽ സ്റ്റാഫിലേക്ക് നടത്തിയ നിയമനം, മരുമകളെ പേഴ്സണൽ സ്റ്റാഫിൽ നിയമിച്ചത് ഇത് പാർട്ടി അറിഞ്ഞുകൊണ്ടാണ്. അതിനുശേഷം അവർക്കെതിരെ മാത്രമാണ് വിമർശനം വന്നത്, അവർക്കെതിരെ മാത്രം എല്ലാ വിമർശനങ്ങളും വരുന്നു. ഇത് പറഞ്ഞുകൊണ്ടാണ് അവർ ഫേസ്ബുക്കിൽ ഇങ്ങനെ പ്രസ്താവന നടത്തിയത്. അതിനുശേഷം ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. എന്തിനു വേണ്ടിയായിരുന്നു PK ശ്രീമതിയുടെ ഈ ശ്രമം? പിന്നീട് മുഖ്യമന്ത്രി ഇക്കാര്യം തള്ളിക്കളഞ്ഞതും താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. 3 പേരെ നിയമിക്കുവാനുള്ള അനുവാദം, സ്വന്തമായി നിയമിക്കുവാനുള്ള അനുവാദം പാർട്ടി മന്ത്രിമാർക്ക് നൽകിയതാണ്. പക്ഷേ മരുമകളെ നിയമിക്കുവാനുള്ള അധികാരമായിരുന്നില്ല അത് എന്ന്. അല്ല, ഇവിടെ ശ്രീമതി ടീച്ചറുടെ ഇടപെടൽ വളരെ വളരെ വ്യക്തമാണ്. കാരണം ശ്രീമതി ടീച്ചറുടെ കൂടി താല്പര്യമുള്ളൊരു വിഷയമാണല്ലോ ഇതില്. അവരുടെ മകനാണല്ലോ ഇത്. അപ്പൊ അത് ചെയ്ത് ജയരാജനെ രക്ഷിക്കുക എന്നുള്ളത് ധാർമ്മികമായ അവരുടെ ബാധ്യതയാണ്. അതിനവരൊരു യഥാശ്രമം നടത്തി. ആ ശ്രമത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണില്ല, അദ്ദേഹം അതിനെ നിഷേധിച്ചു. ആ അർത്ഥത്തിൽ നമുക്കതിനെ കാണാം. പക്ഷെ ഞാൻ അതിനപ്പുറത്തുള്ള ഒരു മാനം അതിന് കാണുന്നുണ്ട്. ഈ സംഭവം നടക്കുമ്പോൾ പിണറായി വിജയൻ കേരളത്തിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം കുറെ കാലം ഇവര് കുക്കായി നിയമിച്ചു. അത് കഴിഞ്ഞ് പ്രൊമോഷൻ കൊടുത്തപ്പോ പിരിച്ചുവിട്ടു. പക്ഷെ പിരിച്ചുവിടുമ്പോൾ 2 വർഷം കഴിഞ്ഞു. ഇപ്പോൾ അവർ 10,000 കണക്കിന് രൂപ പെൻഷൻ വാങ്ങുന്നുണ്ട്. ധാർമ്മികതയുണ്ടെങ്കിൽ ആ പെൻഷൻ റദ്ദാക്കണ്ടേ? അതിന് ശ്രീമതി PK ശ്രീമതി മറുപടി നൽകിയിരുന്നു. ശ്രീ CR നീലകണ്ഠൻ, പെൻഷൻ അപേക്ഷ പോലും കൊടുത്തിരുന്നില്ല തന്റെ മരുമകൾ എന്ന്, പെൻഷൻ വാങ്ങുന്നില്ല എന്ന്. അത് ആരോപണം മാത്രമാണെന്നാണ് ശ്രീമതി PK ശ്രീമതി പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ നല്ലത്. പക്ഷേ 2 കൊല്ലം ജോലി ചെയ്താൽ എല്ലാ പേഴ്സണൽ സ്റ്റാഫിനും പെൻഷൻ കിട്ടുന്ന ഒരു നിയമം ഇവിടെ ഉണ്ട് മഞ്ജുഷ്. അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇനി അവർ വാങ്ങുന്നില്ലെങ്കിൽ അവരത് പറയട്ടെ. പക്ഷേ അവർക്ക് പ്രൊമോഷൻ കൊടുക്കുകയും അവരെ പുറത്താക്കുകയും ചെയ്തു. ഈ 2 കൊല്ലം ഇക്കാലം അത്രയും പാർട്ടി സെക്രട്ടറി ആയിരുന്ന ശ്രീ പിണറായി വിജയൻ ഇക്കാര്യം അറിഞ്ഞതേ ഇല്ല എന്നാണ് പറയുന്നതെങ്കിൽ അത് പിണറായി വിജയൻ പറയുന്നതിനോട് യോജിക്കാൻ എനിക്ക് വയ്യ. ആളുകൾ ഏത് കാര്യമാണ്? അല്ലല്ല ശ്രീ CR നീലകണ്ഠൻ, 3 പേരെ സ്വന്തം നിലയിൽ നിയമിക്കുവാനുള്ള അനുവാദം പാർട്ടി കൊടുത്തിട്ടുണ്ട് അന്ന് മന്ത്രിമാർക്ക്. അതനുസരിച്ചാണ് 3 പേരെ നിയമിച്ചത്. ഒരു കുക്കിനെ നിയമിച്ചു, പിന്നെ ഒരു ഫോൺ എടുക്കുവാനുള്ള ഒരാൾ, പിന്നെ ഒരു ഡ്രൈവർ. ഈ 3 പേരെയാണ് നിയമിച്ചത്. അതിൽ ശ്രീമതി PK ശ്രീമതി പറയുന്നത്, ഞാൻ എൻ്റെ മകളെ നിശ്ചയിക്കുകയും ചെയ്തു, അത് അനുവാദം വാങ്ങിയാണ്. അനുവാദം വാങ്ങി ഞാൻ എൻ്റെ മകളെ നിശ്ചയിക്കുകയും ചെയ്തു. അതായത് പാർട്ടി സെക്രട്ടറിയിൽ നിന്നും അനുവാദം വാങ്ങി നിശ്ചയിച്ചു. ഇതാണ് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി ഇന്ന് തള്ളിക്കളഞ്ഞത്. 3 പേരെ നിയമിക്കുവാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്, പക്ഷേ മരുമകളെ നിയമിച്ച കാര്യം അറിഞ്ഞില്ല, അങ്ങനെ ഒരു അനുവാദം കൊടുത്തിട്ടില്ല എന്ന്. അവിടെ തന്നെയാണ് പ്രശ്നം. മരുമകളെ നിയമിച്ചത് അനുവാദം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഇക്കാര്യത്തിൽ ഞാൻ ശ്രീമതി ടീച്ചറുടെ കൂടെയാണ്. കാരണം ഒരു ദിവസമല്ലല്ലോ നിയമിച്ചത്. സുധീർ നമ്പ്യാരെ നിയമിച്ച പോലെ അല്ലല്ലോ ഇത്. അവർക്ക് ഒരുപാട് കാലം അവിടെ ജോലിയിലിരുന്നല്ലോ. 2 കൊല്ലത്തോളം ജോലിയിലിരുന്നു. 2 കൊല്ലത്തോളം ശ്രീമതി ടീച്ചറുടെ പേഴ്സണൽ സ്റ്റാഫിൽ ആരാണുള്ളത് എന്ന് പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയൻ അറിഞ്ഞില്ല. അതായത് അവരുടെ മരുമകളാണെന്ന് പോലും അറിഞ്ഞില്ല. മുഖ്യമന്ത്രി പറഞ്ഞ വിശദീകരണം ആ 3 പേരാരാണെന്ന് അന്വേഷിച്ചിട്ടില്ല. കാരണം ആ 3 പേരെ നിയമിക്കുവാനുള്ള അധികാരം അങ്ങനെയാണ് കൊടുത്തത്. അവിടെ ആരെയും പ്രത്യേകമായി നിയമിക്കുവാനുള്ള അനുവാദം കൊടുത്തിട്ടില്ല. മറ്റൊരു കാര്യം കൂടി മുഖ്യമന്ത്രി പറയുകയുണ്ടായി. അതിനുശേഷമാണല്ലോ ഈ ഡിഗ്രി ഉള്ളവർക്ക് പ്രൊമോഷൻ കൊടുത്തത്, പേഴ്സണൽ സ്റ്റാഫിലുള്ളവർക്ക്. അതിൻ്റെ കൂട്ടത്തിൽ PK ശ്രീമതിയുടെ മരുമകൾക്കും പ്രൊമോഷൻ കിട്ടി. അങ്ങനെ പ്രൊമോഷൻ കിട്ടിയ കാര്യം അറിഞ്ഞുകൊണ്ടാണ് അന്ന് പാർട്ടി ഇടപെട്ട് ആ നിയമനം റദ്ദാക്കിയത് എന്ന്. ഇതാണ് മുഖ്യമന്ത്രി നൽകിയ വിശദീകരണം. അല്ല, അവിടെ തന്നെയാണ് സംശയം. ഞാൻ പറയുന്നത് ശ്രീമതി ടീച്ചറുടെ മരുമകളെ നിയമിച്ചു എന്ന കാര്യം CPM പോലൊരു പാർട്ടിയിൽ അതിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ ശ്രീമതി ടീച്ചർ ഉള്ളപ്പോൾ പാർട്ടി സെക്രട്ടറി അറിഞ്ഞില്ല എന്ന് പറയാൻ അങ്ങനെ ഒരു സംവിധാനത്തിൽ സാധ്യമേ അല്ല. ഞാൻ പറയുന്നത് ഒരു ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം മാറ്റുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാവും. 2 കൊല്ലം ജോലിയിലിരുന്നു, പാർട്ടി നോക്കിയില്ല എന്ന് പറഞ്ഞാൽ ഒരു കള്ളനെ പിടിച്ചു വെച്ചെങ്കിലോ അല്ലെങ്കിൽ ഒരു കൊള്ളരുതാത്തവളെ പിടിച്ചു വെച്ചെങ്കിലോ പാർട്ടി നോക്കില്ലേ? പാർട്ടി നോക്കും. മാത്രവുമല്ല, പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ശ്രീമതി ടീച്ചർ. അവരുടെ പാർട്ടിയോടുള്ള പാർട്ടിയുടെ നയം അവർ പാലിച്ചില്ലെങ്കിൽ അവർക്കെതിരെ എന്ത് നടപടിയെടുത്തു? അങ്ങനെ വേണ്ടേ? അവരെന്ത് നടപടിയെടുത്ത്? അവർ MP ആക്കല്ലേ ഇത്? അപ്പൊ തീർച്ചയായിട്ടും അവിടെ ഒരു ധാർമ്മികതയും പിണറായി വിജയൻ ഇക്കാര്യത്തിൽ പറയാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീമതി ടീച്ചറുടെ കാര്യത്തിൽ ഇക്കാര്യത്തിൽ ഇപ്പോൾ ജയരാജന്റെ നിയമനത്തിന്റെ കാര്യത്തിൽ ഞാൻ വിചാരിക്കുന്നത് പിണറായി വിജയൻ അറിഞ്ഞിട്ടില്ല എന്നല്ല,
പക്ഷേ അറിഞ്ഞിട്ടുണ്ടെങ്കിലും കാര്യമുണ്ടാവും. പക്ഷെ എനിക്ക് ശ്രീ ഉദയഭാനു പറഞ്ഞതിനോട് ഒരു വിയോജിപ്പ്. ഇത് ധാർമ്മികതയുടെ വിഷയമേ അല്ല. ഇത് ധാർമ്മികതയുടെ വിഷയം തന്നെയില്ല. ധാർമ്മികതയ്ക്ക് നമുക്ക് പിന്നെ അന്വേഷിക്കാം. അത് വിജിലൻസ് ഇത് അന്വേഷിക്കേണ്ട കാര്യവുമല്ല. അത് അന്വേഷിക്കേണ്ടത് ജനങ്ങളാണ്. പക്ഷെ ഇവിടെ കൃത്യമായ നിയമലംഘനം തന്നെ നടന്നിട്ടുണ്ട്. നിയമിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. ഉത്തരവ് നിങ്ങൾ മാധ്യമങ്ങൾ കാണിച്ചാണല്ലോ ഉത്തരവ്. അങ്ങനെ ഉത്തരവ് ഉണ്ടായിട്ടുണ്ട്. വെബ്സൈറ്റിൽ വന്നില്ല എന്നുള്ള വേറെ പ്രശ്നം. ഉത്തരവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ രേഖാമൂലം ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് അറിഞ്ഞുകൊണ്ടെടുത്ത തീരുമാനമാണെങ്കിൽ, പിന്നെ മാത്രമല്ല ഒരു പ്രൊസീജിയർ പാലിച്ചിട്ടുണ്ടോ ചില നിയമിക്കാൻ? അങ്ങനെ പറ്റുമോ? ഇനി അങ്ങനെ തന്നെ ഇയാളെ തന്നെ നിയമിക്കണമെങ്കിൽ അതിന് ചില പ്രൊസീജിയറുകളുണ്ട്. ഇയാൾക്കനുസരിച്ച് യോഗ്യത മാറ്റിവെക്കണം, അങ്ങനെ രൂപപ്പെടുത്തണം. പണ്ട് സഞ്ജയൻ പറഞ്ഞ പോലെ കാലിന്റെ വലതു കാലത്തെ പെരുവിരൽ മറുകുള്ള ഒരാൾ വേണമെന്ന് തീരുമാനിക്കണം. അങ്ങനെയൊക്കെ വേണ്ടേ? അത് തീരുമാനിക്കാത്തടത്തോളം സി ആർ നീലകണ്ഠൻ, ഇന്ന് ശ്രീ പി കെ ശ്രീമതി ഇങ്ങനെയൊരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നതും അതിനെ മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞതും അതിന് മുൻപ് തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് പി കെ ശ്രീമതി പിൻവലിച്ചതും ഇതൊക്കെ എന്ത് സൂചനയാണ് നൽകുന്നത്? ഇതിനോടൊപ്പം തന്നെയാണ് പല കോണുകളിൽ നിന്നും ഇങ്ങനെയുള്ള നിയമനങ്ങൾ പാർട്ടി ബന്ധുക്കൾക്കായി നടത്തിയിട്ടുണ്ട്. അത് മുൻ വർഷങ്ങളിൽ നടത്തിയിട്ടുണ്ട്. മുൻപ് വി എസ് സർക്കാരിൻ്റെ കാലത്ത്, ഇപ്പോൾ പി കെ ശ്രീമതിയുടെ കാര്യമാണെങ്കിൽ മുൻ സർക്കാരിൻ്റെ കാലത്തായിരുന്നുവല്ലോ, വി എസ് സർക്കാരിൻ്റെ കാലത്തായിരുന്നു നിയമനം. ഇങ്ങനെ പല ഭാഗത്തു നിന്നും ഇങ്ങനെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പാർട്ടിയിൽ നടക്കുന്ന എന്തെങ്കിലും സമവാക്യ മാറ്റങ്ങളെയാണോ സൂചിപ്പിക്കുന്നത്? മഞ്ജു പറയുമ്പോൾ ചില സൂചനകളൊക്കെ അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇപ്പൊ നമുക്ക് തീരുമാനമായി പറയാൻ പറ്റില്ല. ഇപ്പൊ കണ്ണൂർ ലോബി പാർട്ടിക്കകത്ത് വലിയ ആധിപത്യം ചെലുത്തുന്നുവെന്ന് വലിയ പരാതികൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത്ഭുതകരമായ കാര്യം, മുഖ്യമന്ത്രി പിണറായി വിജയനും സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും കണ്ണൂർ ലോബി എന്ന ഭാഗത്തിൽ ഭൂമിശാസ്ത്രപരമായി പെട്ട ആളുകളാണ്. അവരെ ഏത് ലോബിയിൽപ്പെടും? ഇനി അവർ തമ്മിലാണോ പ്രശ്നം? അവർ രണ്ടുപേരും ചേർന്ന് കണ്ണൂരിലെ ഒരുമാതിരി കൊള്ളരുതാത്ത ആളുകൾ കണ്ണൂരില്ലെന്ന് അവരെ ഒന്ന് ഒതുക്കിക്കളയാമെന്ന് തീരുമാനിച്ച ലോബിയാണോ പ്രശ്നം? ഇത് മാത്രമല്ല, കണ്ണൂരിലെ എല്ലാവരെയും അടിക്കാൻ പിന്നെ പിണറായി വിജയന്റെ ബന്ധുക്കളുടെ കാര്യം വരെ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ എല്ലാവരെയും അടിക്കാൻ പുറത്തു നിന്നുള്ള ആരെങ്കിലുമാണോ? ഇത് കുറച്ച് സമയം കഴിഞ്ഞിട്ടല്ലേ മഞ്ജുഷ നമുക്ക് അറിയാൻ പറ്റൂ. ഇതിന്റെ ഒരു രൂപം പൂർത്തിയായി വരുമ്പോഴേ പറയാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ ജേക്കബ് ജോർജ്, പുതിയ സമവാക്യ ലക്ഷണങ്ങളാണോ ഈ കാണുന്നത്? അല്ല, പുതിയ സമവാക്യങ്ങൾ. ഇത് ശ്രീമതി ടീച്ചർ ഇങ്ങനെ ഒരു നിലപാടെടുത്തത് സ്വാഭാവികമായിട്ടും അത് മുഖ്യമന്ത്രി പിണറായി വിജയനെ വീട്ടിലാക്കുന്നത് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന തരത്തിൽ മുഖ്യമന്ത്രി പ്രതികരിക്കുകയും ചെയ്തു. ഉടൻ തന്നെ പ്രതികരണം വന്നുവല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? മുഖ്യമന്ത്രി ഈ വിവരം പ്രൊമോഷൻ കിട്ടി, ശ്രീമതി ടീച്ചറിൻ്റെ മരുമകൾക്ക് കുക്കായിട്ട് നിയമനം കൊടുത്തു, അതിനുശേഷം പ്രൊമോഷൻ കൊടുത്തു കാര്യം അറിഞ്ഞപ്പോൾ തന്നെ ആ നിയമനം റദ്ദാക്കി എന്നാണ് മുഖ്യമന്ത്രി നിയമനം വാങ്ങിയത് പാർട്ടി അറിഞ്ഞില്ല എന്നാണോ? പക്ഷേ ശ്രീ സി ആർ നീലകണ്ഠൻ ഉന്നയിക്കുന്നത്, അതോ ഈ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വാക്കുകളിൽ നിന്നും അക്കാര്യം പാർട്ടി അറിയേണ്ട എന്നാണോ? മരുമകളായാലും കുഴപ്പമില്ല, ഈ 3 പേരെ സ്വന്തം ഇഷ്ടപ്രകാരം മന്ത്രിക്ക് വെക്കാം. അല്ല, അത് മാത്രമാണ് കൊടുത്തിരുന്നത്. ഒരു പക്ഷേ അല്ല, നമ്മളിപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ 5 വർഷം മുമ്പ് നടന്ന സംഭവങ്ങളെ 10 വർഷം മുമ്പ് നടന്ന കാര്യങ്ങളെ ഇഴകീറി പരിശോധിക്കണമെങ്കിൽ കൂടുതൽ വിവരങ്ങൾ നമ്മുടെ മുമ്പിൽ വേണം. പക്ഷേ ഈ സംഭവം, ഈ പ്രസ്താവനയുടെ രൂപത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുവച്ചത് ശ്രീമതി പി കെ ശ്രീമതിയാണ്. അതെ, ശ്രീമതി ടീച്ചറാണ് മുന്നോട്ട് കൊണ്ടുവച്ചത്. അതിന്റെ കാരണം എന്താ? ശ്രീമതി ടീച്ചറിന്റെ മകന്റെ നിയമനമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ശ്രീമതി ടീച്ചർ മുൻപും ടീച്ചറിൻ്റെ മരുമകനെ ടീച്ചർ മന്ത്രിയായിരുന്നപ്പോൾ നിയമിച്ചിട്ടുണ്ട് എന്ന് വരുമ്പോൾ ടീച്ചർ പ്രതിക്കൂട്ടിലാവുകയാണ്, മകനല്ല. അതിൻ്റെ അപ്പുറത്തേക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അറിവോടെയാണ് നിയമിച്ചത്. സുധീർ നമ്പ്യാർ ഈ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് പി കെ ഒരു സാധാരണ CPM പ്രവർത്തനമല്ല വന്നിട്ടുള്ളത്. പി കെ ശ്രീമതി എന്നുള്ള അഡ്രസ് ഉപയോഗിച്ച് തന്നെയാണല്ലോ വന്നിട്ടുള്ളത്. ഈ മരുമകളും 10 വർഷം മുമ്പ് കുക്കിന്റെ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് PG ഗ്രാജുവേറ്റുള്ള ഒരു കുട്ടിയെ കുക്കിന്റെ പോസ്റ്റിലേക്ക് വച്ചിരിക്കുന്ന സമയത്തുള്ള ഇന്റൻഷൻ ദുരുദ്ദേശപരമാണ്. ആ ഇന്റൻഷനാണ് ചോദ്യം ചെയ്യപ്പെടും. ഒരു മന്ത്രിക്ക് ഒരു CPM പ്രവർത്തക ഒരാളിനെ ഒരു പോസ്റ്റിലേക്ക്, PG കുക്കെന്നുള്ള മോശപ്പെട്ട പണിയാണ് ഞാൻ പറഞ്ഞില്ല, പക്ഷേ PG ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയെ മരുമകളെ കുക്കിന്റെ പോസ്റ്റിലേക്ക് വയ്ക്കുമ്പോഴേക്കും നാളെ വരുന്ന ആദ്യത്തെ സാധ്യതയിൽ തന്നെ ഈ കുട്ടിയെ പ്രൊമോട്ട് ചെയ്യാനുള്ള ആ ഇന്റൻഷനാണ് തെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ തന്നെ സമ്മതിച്ചിരിക്കുക. അപ്പോൾ അതിലപ്പുറം എന്ത് തെളിവാവേണ്ട? പി കെ ശ്രീമതി ടീച്ചറിനെ സമ്മതിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അവർ തെറ്റ് ചെയ്തു എന്നുള്ളൊരു വേറൊരു തെളിവിന്റെ ആവശ്യം. മുഖ്യമന്ത്രി നല്ല മറുപടിയും കൊടുത്തു. ആ പ്രൊമോഷൻ വന്ന സമയത്ത് തന്നെ പാർട്ടി ഇടപെട്ടു എന്ന്. അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്നു ശ്രീ പിണറായി വിജയൻ. അതെ, തന്നെയല്ല, ആ നിയമനം തന്നെ റദ്ദാക്കി പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ. അവിടെയാണ് CR പറഞ്ഞതിന്റെ പ്രസക്തി. 2 വർഷം പിറ്റേ ദിവസമോ അടുത്ത ആഴ്ചയല്ല. പി കെ ശ്രീമതി പോലെ ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് രംഗം ഒരു മന്ത്രി ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്ന് അറിയാൻ വേണ്ടി തൊട്ടപ്പുറത്തിരിക്കുന്ന പാർട്ടി സെക്രട്ടറി 2 വർഷം കാത്തിരിക്കേണ്ടി വന്നു എന്ന് പറയുമ്പോഴേക്കുമാണ് അവിടെ മുഖ്യമന്ത്രി പറഞ്ഞതിലും അദ്ദേഹം അറിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നത് അവിശ്വസിക്കേണ്ടി വരുന്നത്.
അല്ല, അത് സമവാക്യം മാറുന്നതിന്റെ പ്രശ്നമാണ്. അന്നുണ്ടായിരുന്ന പി കെ ശ്രീമതിയും പിണറായി വിജയനും തമ്മിലുള്ള സമവാക്യം ആയിരിക്കില്ല ഒരുപക്ഷെ ഇന്നുള്ളത്. അല്ല, ഈ സമവാക്യത്തിന് ഈ കണ്ണൂർ CPM-ന്റെ അകത്ത് സമവാക്യങ്ങൾക്ക് വലിയ മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കൂ പാർട്ടിക്കകത്തും ഗവൺമെൻറ്റിലും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം കർശനമായ നിലപാടെടുക്കും എന്നാണ് സൂചന നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗം തന്നെ എനിക്ക് തോന്നുന്നു ശ്രീമതിക്ക് കൊടുത്തൊരു മുന്നറിയിപ്പ് തന്നെയാണ് പിണറായി വിജയൻ്റെ പ്രസ്താവന. ആ നിലയിലാണ് ഞാനിതിനെ കാണുന്നത്. രണ്ടാമത് ഈ പി ജയരാജനെതിരെ അദ്ദേഹം നടത്തിയ ചില ശക്തവും കർശനവുമായ നിലപാടുകൾ, അതും എനിക്ക് തോന്നുന്നു വരാൻ പോകുന്ന ദിവസങ്ങളിൽ അതിന്റെ ബാക്കി ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി എടുക്കും എന്ന സൂചനയല്ലേ ഇന്നത്തെ അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നത്? എന്തായാലും ഇ പി ജയരാജനുള്ള പിന്തുണയുമായിട്ടാണ് പി കെ ശ്രീമതി രംഗത്തെത്തിയത്. അതിനെ തള്ളുക വഴി മുഖ്യമന്ത്രി കൊടുത്തത് ശക്തമായ സന്ദേശമാണ്. ഒപ്പം ഗൗരവമായി തന്നെ പാർട്ടി ഇക്കാര്യം ചർച്ച ചെയ്യും 14-ാം തീയതിയിലെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എന്ന് വീണ്ടും മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. രണ്ട് കാര്യം. ഒന്ന്, പി കെ ശ്രീമതി ടീച്ചറിൻ്റെ പോസ്റ്റ് ഇപ്പം തന്നെ ചിന്തിച്ചു നോക്കണം. അമ്മായിയമ്മയ്ക്ക് ചോറ് വെച്ച് കൊടുക്കുവാൻ മരുമകളെ ശമ്പളത്തിന് നിയമിച്ചതിനെയാണ് ബഹുമാനിയായ കണ്ണൂർ MP ന്യായീകരിക്കുന്നത്. ബാക്കിയെല്ലാം പാർട്ടി അനുമതിയും മറ്റു കാര്യങ്ങളുമൊക്കെ മാറ്റി നിർത്തട്ടെ. സ്വന്തം ഓഫീസിൽ വീട്ടിൽ താമസിക്കുന്ന അമ്മായിയമ്മയ്ക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുന്നതിന് മരുമകൾക്ക് സർക്കാർ ചിലവിൽ ശമ്പളം കൊടുക്കുന്നത് എന്ത് ധാർമ്മികതയാണ്? അത് പിന്നെ പാർട്ടി അറിഞ്ഞില്ല. പ്രത്യേകിച്ച് CPM പോലൊരു രാഷ്ട്രീയ പാർട്ടിയിൽ അവരുടെ പേഴ്സണൽ സ്റ്റാഫ് വളരെ കൃത്യമായി ആര് വേണമെന്ന് നിർദ്ദേശിക്കുന്ന പാർട്ടി. VS അച്യുതാനന്ദനെ ഇന്ന ആളുകൾ പേഴ്സണൽ സ്റ്റാഫുകളായോ സഹായികളായോ പറ്റില്ല എന്ന് നിർദ്ദേശം കൊടുത്തൊരു പാർട്ടി പി കെ ശ്രീമതി ടീച്ചറിൻ്റെ പേഴ്സണൽ സ്റ്റാഫിനെ കുറിച്ചും മരുമകളെക്കുറിച്ചും അറിഞ്ഞില്ല എന്ന് പറയുന്നത് കള്ളമാണ്. അത് അനുവദിച്ചു കൊടുത്തതാണെന്നതാണ് സത്യം. മാധ്യമങ്ങൾ ഉൾപ്പെടെ അവരുടെ പ്രൊമോഷൻ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നപ്പോൾ അന്ന് തലയൂരാൻ വേണ്ടി നടപടി എടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ തന്നെ ശ്രീ പിണറായി വിജയന് പിന്നെ എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? ശ്രീ പിണറായി വിജയൻ ഇങ്ങനെ അല്ലാതെ എങ്ങനെയാണ് സംസാരിക്കാൻ സാധിക്കുന്നത്? ഒരു യോഗ്യതയില്ലാത്ത, വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത ഒരു പഴയ മന്ത്രിയുടെ മകനെ, ഇപ്പോഴത്തെ മന്ത്രിയുടെ ബന്ധുവിനെ, അനന്തരവനെ നിയമിച്ചു എന്ന് വളരെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പുറത്തു വരുമ്പോൾ അത് ന്യായമാണ് എന്ന് ശ്രീ പിണറായി വിജയന് പറയാൻ സാധിക്കുമോ? അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇതൊരു വ്യക്തിവൈരാഗ്യത്തിൻ്റെ പ്രശ്നം ജയരാജനും ശ്രീമതി ടീച്ചറുമായിട്ടോ അല്ലെങ്കിൽ മറ്റാളുകളുമായിട്ടോ ഒന്നും തന്നെ ശ്രീ പിണറായി വിജയൻ ആശയപരമായ അഭിപ്രായ വ്യത്യാസമോ വ്യക്തിപരമായ അഭിപ്രായ ഭിന്നതയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഇതല്ലാതെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ശ്രീ പിണറായി വിജയൻ്റെ മുമ്പിൽ മറ്റൊരു മാർഗമില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം നടപടി, ഇപ്പോൾ നേരത്തെ സുദേഭാനു സാറ് പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു ഇഷ്യൂ, അദ്ദേഹം പറഞ്ഞതൊരു ധാർമ്മിക പ്രശ്നമാണ്. അങ്ങനെ പറയാൻ ശ്രമിക്കുന്നത് തന്നെ ഈ പ്രശ്നത്തിൻ്റെ ഒരു ഗൗരവത്തെ ലഘൂകരിക്കാനുള്ള ശ്രമമാണ്. ഇതൊരു ധാർമ്മിക പ്രശ്നം മാത്രമല്ല, ഇതൊരു നിയമപരമായ പ്രശ്നമാണ്. ഇന്ത്യയുടെ അഴിമതി നിരോധന വകുപ്പിലെ ഒരു വ്യക്തിയുടെ സ്വാധീനം, ഒരു ഓഫീസ് ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് തൻ്റെ അടുപ്പക്കാരനായ വ്യക്തിക്ക് ഒരു പദവിയും നേട്ടവും ഉണ്ടാക്കി കൊടുക്കുന്ന ക്രിമിനൽ ഒഫൻസാണ് ഇവിടുത്തെ വിഷയം. ശരി, ഞാൻ അതിനുശേഷമാണ് ഇടവേളയ്ക്ക് ശേഷം 14-ാം തീയതിയിലെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിന്നും എന്ത് പ്രതീക്ഷിക്കാനാകും? ഇടവേള.